എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരിക്കലും തോൽക്കാൻ തയ്യാറാകാത്ത ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ആവേശം തോന്നുന്നില്ലേ? അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞാൽ ആർക്കും തടയാൻ കഴിയാത്ത. ആരാണ് ഈ ആർക്കും തടയാൻ കഴിയാത്ത സോൾ സർഫർ? അവളുടെ പേര് ബെത്തനി ഹാമിൽട്ടൺ എന്നാണ്. അവളുടെ ജീവിതകഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കാര്യം സങ്കൽപ്പിക്കൂ. ഇനി ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾക്കതിനി ഒരിക്കലും ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് എന്തു തോന്നും? സങ്കടം, ദേഷ്യം, ഞെട്ടൽ? 13 വയസ്സുകാരിയായ ബെത്തനി ഹാമിൽട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം അതെ എന്നായിരുന്നു. നമുക്കവളുടെ കഥയിലേക്ക് കടക്കാം. റെഡിയല്ലേ? കഥ തുടങ്ങുന്നത് ബെത്തനി തന്നെ സംസാരിക്കുന്നതുപോലെയാണ്. ഇറ്റ് കെയിം ലിറ്ററലി ഔട്ട് ഓഫ് ദ ബ്ലൂ. അതായത് തികച്ചും അപ്രതീക്ഷിതമായാണ് അത് സംഭവിച്ചത്. ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ അപകട സൂചന പോലും ഉണ്ടായിരുന്നില്ല. അവൾ ഹവായ് ദ്വീപിലെ കവായ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ അവൾ തന്റെ സുഹൃത്തായ അലാന ബ്ലാഞ്ചാർഡിനൊപ്പമോ അല്ലെങ്കിൽ ഹനലെ ഗേൾസ് സർഫ് ടീമിലെ മറ്റു പെൺകുട്ടികൾക്കൊപ്പമോ സർഫിങ്ങിനു പോകുമായിരുന്നു. അന്നും അതുപോലെ പോയതായിരുന്നു. വെള്ളം നല്ല തെളിഞ്ഞതും ശാന്തവുമായിരുന്നു. ഒരു വലിയ കടലിൽ നീന്തുന്നതുപോലെയല്ല, ഒരു സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നതുപോലെയാണ് അവൾക്കു തോന്നിയത്. തിരമാലകൾ ചെറുതും സ്ഥിരമല്ലാത്തതുമായിരുന്നു. അവൾ തന്റെ സർഫ് ബോർഡിൽ വിശ്രമിക്കുകയായിരുന്നു. വലതുകൈ ബോർഡിന്റെ മുൻഭാഗത്തും ഇടതുകൈ തണുത്ത വെള്ളത്തിൽ തൂക്കിയിട്ടുമായിരുന്നു. തിരമാലകൾ വേഗം വലുതായിരുന്നുവെങ്കിൽ എന്നവൾ ഓർക്കുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. ദാറ്റ്സ് ഓൾ ഇറ്റ് ടുക്ക് എ സ്പ്ലിറ്റ് സെക്കൻഡ്. ഒരു നിമിഷം, അത്രയേ വേണ്ടി വന്നുള്ളൂ. അവൾക്ക് വലിയൊരു മർദ്ദവും മിന്നൽ വേഗതയിലുള്ള 2 വലിയലും അനുഭവപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു വലിയ കടുവാസ്രാവിന്റെ, അതായത് ടൈഗർ ഷാർക്കിന്റെ ഭീമാകാരമായ താടിയെല്ലുകൾ തന്റെ ബോർഡിന്റെ മുകൾ ഭാഗവും തന്റെ ഇടതുകൈയും മൂടിയെന്ന് അവൾക്കറിയാമായിരുന്നു. ഒരു രസകരമായ കാര്യമുണ്ട്. നിങ്ങളുടെ കൈ കടിച്ചു മുറിച്ചാൽ ഒരുപാട് വേദനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ? പക്ഷേ അപ്പോൾ ഒരു വേദനയും ഉണ്ടായിരുന്നില്ല. ഒരു മർദ്ദവും ഒരു ജിഗിൾ ടഗ് അഥവാ ഒരു കുലുക്കി വലിക്കുന്നതുപോലെയുമാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അതാണ് സ്രാവിന്റെ പല്ലുകളെന്ന് അവൾക്കിപ്പോൾ അറിയാം. അതിന്റെ പല്ലുകൾക്ക് സ്റ്റീക്ക് മുറിക്കും കത്തിപോലെ അറക്കവാളിന്റെ അരികുകളുണ്ട്. ആ പല്ലുകൾ ബോർഡിലൂടെയും അവളുടെ എല്ലുകളിലൂടെയും ടിഷ്യൂ പേപ്പർ മുറിക്കുന്നതുപോലെ അനായാസം കടന്നുപോയി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതെല്ലാം കഴിഞ്ഞു. അവൾക്ക് ചുറ്റുമുള്ള വെള്ളം തന്റെ രക്തം കൊണ്ട് യാർക്ക് ചുവപ്പായി മാറുന്നത് അവൾ കണ്ടു. പിന്നെ അവൾ കണ്ടത് തന്റെ ഇടതുകൈ തോളിന്റെ അടുത്തുവരെ കടിച്ചെടുത്തിരിക്കുന്നു എന്നാണ്. ഒരു കാലത്ത് തന്റെ കൈയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 3-4 ഇഞ്ച് മാത്രം നീളമുള്ള ഒരു കുട്ടി മാത്രമാണുള്ളത്. എന്തൊരു ഭീകരമായ കാഴ്ചയായിരിക്കുമത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ സമയത്ത് അലാനയുടെ സഹോദരനായ ബൈറണും അച്ഛനായ ഹോട്ടും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കണ്ണ് തള്ളിപ്പോയി. "ഓ, എന്റെ ദൈവമേ" എന്ന് ഹോട്ട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പേടിച്ച് നിലവിളിക്കുകയോ ഒന്നും ചെയ്തില്ല. പകരം അദ്ദേഹം ആ സന്ദർഭത്തെ നിയന്ത്രിച്ചു. അദ്ദേഹം അവളെ ബോർഡിന്റെ അറ്റത്തുനിന്നും തള്ളി. അവൾ ഒരു ചെറിയ തിരയിൽ ബോർഡിൽ കിടന്നുകൊണ്ട് തന്നെ പവിഴപ്പുറ്റുകൾക്ക് മുകളിലൂടെ തീരത്തേക്ക് ഒഴുകി നീങ്ങി. ഹോട്ടിനും ബൈറനും അലാനയ്ക്കും എന്തു തോന്നിയിരുന്നെങ്കിലും അവരത് ഉള്ളിലൊതുക്കി. ആരും പരിഭ്രാന്തരായില്ല. അവളുടെ കയ്യിൽ നിന്ന് രക്തം ഒരുപാട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രധാന ധമനി തുറന്നാൽ സംഭവിക്കുന്നതുപോലെ രക്തം ചീറ്റുന്നുണ്ടായിരുന്നില്ല. ഹോട്ട് തന്റെ നീണ്ട ഗ്രേ കളർ റാഷ് ഗാർഡ് ഊരി അവളുടെ കൈയിന്റെ കുറ്റിക്ക് ചുറ്റും വളരെ മുറുക്കി കെട്ടി. അതൊരു ടേണിക്വിറ്റായി പ്രവർത്തിച്ചു. അതായത് രക്തസ്രാവം നിർത്താനുള്ള ഒരു സംവിധാനം. ബോധം പോകാതിരിക്കാൻ വേണ്ടി തന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ ഹോട്ട് അവളോട് പറഞ്ഞു. അതുകൊണ്ട് അവൾ സംസാരിച്ചു. എന്താണ് സംസാരിച്ചതെന്ന് അവൾക്ക് ഓർമ്മയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ഉറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തു. സർജറി റൂമിൽ അവളെ ഒരുപാട് മെഷീനുകളുമായി ഘടിപ്പിച്ചു. ഡോക്ടർ റോവിൻസ്കി ആണ് സർജറി ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, "ബെത്തനി, നിനക്കു നിന്റെ കൈ നഷ്ടമായി. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ നിന്റെ ജീവൻ രക്ഷിക്കുന്നതിലാണ്." എന്തൊരു ഞെട്ടിക്കുന്ന വാർത്തയായിരിക്കും അത്! അവളുടെ അമ്മ ആ സമയം മുഴുവൻ അവളുടെ കൂടെയുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ പുറത്ത് സന്ദർശകരെയും വാർത്തയറിഞ്ഞ് അവളുടെ കഥ ലോകത്തെ അറിയിക്കാൻ തിടുക്കം കൂട്ടുന്ന റിപ്പോർട്ടർമാരെയും നേരിട്ടു. ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവൾ തന്റെ കൈയുണ്ടായിരുന്ന സ്ഥാനത്തെ ബാൻഡേജ് ചെയ്ത കുറ്റിയിലേക്ക് നോക്കിയിട്ട് ചിന്തിക്കും,
ഇനി എന്ത്? കുറച്ചു കാലത്തേക്ക് തനിക്കിനി സർഫ് ചെയ്യാൻ കഴിയുമോ എന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാം സർഫ് ചെയ്യാൻ 2 കൈകൾ വേണമെന്ന്. അവൾ സ്വയം പറയാൻ ശ്രമിച്ചു, ഹേയ്, എനിക്കിതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് സന്തോഷിക്കാൻ മറ്റു പലതും ചെയ്യാമല്ലോ. എനിക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച സർഫ് ഫോട്ടോഗ്രാഫറാകണം. അവൾ അച്ഛനോട് പറഞ്ഞു. അതവൾക്ക് സർഫിംഗ് എത്രമാത്രം മിസ് ചെയ്യുമെന്ന് പറയാതെ പറയുന്നൊരു രീതിയായിരുന്നു. അച്ഛൻ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഉറപ്പായുമാകും. അവളുടെ അച്ഛനും അത് മനസ്സിലായിരുന്നു. പക്ഷേ ശനിയാഴ്ചയായപ്പോഴേക്കും അവൾ അവളുടെ മനസ്സ് മാറ്റി. അവളുടെ ആരോഗ്യം മെച്ചപ്പെട്ടു, മനസ്സ് കൂടുതൽ തെളിഞ്ഞു. ഒരുപാട് ആളുകൾ അവളെ കാണാനും ധൈര്യം പകരാനും വരുന്നുണ്ടായിരുന്നു. അവൾ എല്ലാവരുടെയും മുന്നിൽ ഒരു ധീരയായ മുഖം കാണിച്ചു. പക്ഷേ ചില സമയങ്ങളിൽ അതവളെ വിഷമിപ്പിച്ചില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അവൾക്ക് എപ്പോഴെങ്കിലും വിഷമം തോന്നുമ്പോൾ അവളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവളുടെ സഹോദരന്മാരുണ്ടായിരുന്നു. അവരെപ്പോഴും കൂളായിരുന്നു. അവരവരുടെ ഭയമോ വേദനയോ അവളെ അറിയിച്ചില്ല. തിമോത്തി എപ്പോഴും തമാശ പറയുമായിരുന്നു. നോഹ അവളുടെ ഏറ്റവും വലിയ സംരക്ഷകനായിരുന്നു. അവർ അത്രയ്ക്ക് ശക്തരായതുകൊണ്ട് അത് അവൾക്കും ശക്തയാകാൻ സഹായിച്ചു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ, അതായത് ഒരാഴ്ചത്തെ താമസത്തിന്റെ 2ാം ദിവസം തന്നെ അവൾ വ്യത്യസ്തമായി സംസാരിക്കാൻ തുടങ്ങി. അവളുടെ അച്ഛൻ അവളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അവൾക്ക് മനസ്സുവെച്ചാൽ എന്തും ചെയ്യാൻ കഴിയുമെന്ന് അവളുടെ മാതാപിതാക്കൾക്ക് ഒരു സംശയമുണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ മത്സരങ്ങളുടെ കാലം കഴിഞ്ഞു എന്നവർ കരുതി. ബെഥനി, നിനക്ക് മനസ്സുവെച്ചാൽ എന്തും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അവളുടെ അച്ഛൻ പറഞ്ഞു. അവളുടെ മാതാപിതാക്കളും ഒരുപാട് കഷ്ടപ്പെട്ടു. ഏകദേശം 3 മാസത്തോളം അവർക്കാർക്കും ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ടായി. പ്രധാന വാതിലിലൂടെ പുറത്തിറങ്ങുന്നതിനു പകരം അവർക്ക് ഒരുപാട് ഇടനാഴികളിലൂടെ പോയി പിൻവാതിലിലൂടെ ഒളിച്ചു കടക്കേണ്ടി വന്നു. ആശുപത്രിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും 2 പോലീസുകാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം പുറത്തൊരു വലിയ കൂട്ടം TV ആളുകൾ മൈക്രോഫോണുമായി അവളുടെ മുഖത്തേക്ക് കുത്തിക്കയറാൻ കാത്തുനിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അവൾക്ക് ഈ സ്പോട്ട്ലൈറ്റിൽ നിൽക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ തന്റെ കഥ കേട്ട് മറ്റുള്ളവർക്ക് പ്രചോദനം കിട്ടുമെന്ന് കരുതി അവൾ അഭിമുഖങ്ങൾ നൽകാൻ സമ്മതിച്ചു. അപരിചിതരായ ആളുകൾ ഇപ്പോഴും അവളെ ബീച്ചിലും എയർപോർട്ടിലും കടകളിലും റെസ്റ്റോറന്റുകളിലും വെച്ച് കാണാറുണ്ട്. അവർ ഓട്ടോഗ്രാഫ് ചോദിക്കും. അവളൊരു പ്രചോദനമാണെന്ന് പറയും. അവൾ അത്താഴം കഴിക്കുമ്പോൾ പോലും ആളുകൾ ഫോട്ടോ എടുക്കാൻ വരും. അതൊരു വിചിത്രമായ അനുഭവമാണ്. ഒരു മികച്ച പ്രൊഫഷണൽ സർഫർ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് ഇത്രയും അംഗീകാരം കിട്ടില്ലായിരുന്നു. നീ ഇപ്പോൾ ഒരു സർഫറിനേക്കാൾ വലുതാണ്, അവളുടെ കൂട്ടുകാർ പറയും. ജീവിതമെന്ന ചീട്ടുകളിയിൽ മോശം ചീട്ട് കിട്ടിയവർക്ക് നീയൊരു പ്രതീക്ഷയുടെ ദീപമാണ്. ഒറ്റ കൈകൊണ്ട് സർഫ് ചെയ്യാൻ പഠിക്കുന്നത് വീണ്ടും ആദ്യം മുതൽ സർഫ് ചെയ്യാൻ പഠിക്കുന്നത് പോലെയായിരുന്നു. ഒറ്റ കൈകൊണ്ട് എങ്ങനെ തുല്യമായി തുഴയാമെന്ന് അവൾ പഠിക്കേണ്ടിയിരുന്നു. തീരെ അവളെ ഉയർത്തുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി കൈ ബോർഡിന്റെ നടുക്ക് വെക്കണമായിരുന്നു. സാധാരണ 2 കൈകളുണ്ടെങ്കിൽ ബോർഡിന്റെ അരികിലാണ് പിടിക്കാറ്. അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞില്ല. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമെന്നാണ് അവൾ കരുതിയത്. അതവൾ സമ്മതിക്കുന്നു. അവൾക്ക് കുറച്ച് നിരാശ തോന്നി. അവളുടെ കൂടെ വെള്ളത്തിലുണ്ടായിരുന്ന അച്ഛൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ബെഥനി, ഒന്നുകൂടി ശ്രമിക്കൂ, ഇത് നിനക്കുകൊണ്ട് പറ്റും. അങ്ങനെ അവൾ വീണ്ടും ശ്രമിച്ചു. അപ്പോൾ അത് സംഭവിച്ചു. ഒരു തിരമാല വന്നു. അവളത് പിടിച്ചു. എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി കൈ ഡെക്കിൽ വെച്ചു. അവൾ എഴുന്നേറ്റ് നിന്നു. അതിനുശേഷം അവൾ ആ ടെക്നിക് പഠിച്ചെടുത്തു. എഴുന്നേറ്റ് നിന്നുകഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമായിരുന്നു. ആ സമയത്ത് തനിക്ക് തോന്നിയ സന്തോഷം വിവരിക്കാൻ പ്രയാസമാണെന്നവൾ പറയുന്നു. അവൾക്കാവിശ്വസനീയമായ നന്ദിയും സന്തോഷവും തോന്നി. നിനക്കിനി ഒരിക്കലും സർഫ് ചെയ്യാൻ കഴിയില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്ന ആ ചെറിയ സംശയം ഒരു തിരമാലയിൽ അലിഞ്ഞില്ലാതായി. അവൾ ആകെ നനഞ്ഞിരിക്കുകയായിരുന്നെങ്കിലും സന്തോഷത്തിന്റെ കണ്ണുനീർ അവളുടെ മുഖത്തുകൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. എന്തൊരു മനോഹരമായ പ്രചോദനം നൽകുന്നൊരു കഥയാണിതല്ലേ. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.